നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മാങ്കുളം മാങ്ങാപ്പാറ നിവാസികൾക്ക് ദുരിതയാത്ര. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആവശ്യം പരിഗണിക്കാതെ അധികൃതർ. മഴ ശക്തമായാൽ ഇരട്ടി ദുരിതമെന്ന് പ്രദേശവാസികൾ. കൊല്ലത്ത് ലക്ഷങ്ങളുടെ പുകയില ഉൽപ്പന്ന വേട്ട. വീട്ടിൽ സൂക്ഷിച്ച 2000 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ലഹരി ഉപയോഗത്തിനെതിരെ AI അധിഷ്ഠിത ക്യാമ്പയിനുമായി കൊണ്ടോട്ടിയിലെ ചിറയിൽ വാർഡ്. നെടുങ്കണ്ടത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം നാശത്തിന്റെ പാതയിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായില്ല. നശിക്കുന്നത് കേരളത്തിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം. വർക്കല പേരേറ്റിൽ റിക്കവറി വാഹനം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറി. അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. മലപ്പുറം കോട്ടക്കലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കിണറ്റിൽ വീണ് അച്ഛനും മകനും മരിച്ചു. പാലക്കാട് ബൈക്ക് അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. വിശദമായി നോക്കാം. മൂന്നാർ GH റോഡിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. ഇന്നലെ വൈകിട്ട് GH റോഡിൽ കാർമൽ ബിൽഡിംഗിന് സമീപമാണ് സംഘർഷമുണ്ടായത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനായ ശ്രീജിത്തിനാണ് പരിക്കേറ്റത്. കോഴിക്കോട് നാദാപുരത്ത് കാറിൽ വെച്ച് പടക്കം പൊട്ടിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇയങ്കോട് സ്വദേശികളായ ഷഹറാസ്, റയീസ് എന്നിവർക്കെതിരെയാണ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം കേസെടുത്തത്. കണ്ണൂരിൽ ക്ഷേത്രോത്സവ കലശത്തിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPM പ്രവർത്തകരുടെ ആഘോഷം. കണ്ണൂർ പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് കലശഘോഷയാത്ര നടന്നത്. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികളാണ് ഘോഷയാത്രയിൽ ഇവർ ഉപയോഗിച്ചത്. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇളമാട് സ്വദേശി രാധാകൃഷ്ണ പിള്ളയുടെ വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചത്. വിപണിയിൽ 5 ലക്ഷം രൂപ വില വരും. രഹസ്യ അറയുണ്ടാക്കി 2000-ഓളം ചെറു പാക്കറ്റുകൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആയൂർ, ഓയൂർ, ചടയമംഗലം, കടക്കൽ മേഖലകളിൽ വിതരണത്തിനായി എത്തിച്ചിരുന്നവയാണിത്. ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നാട്ടിലെങ്ങും. ഇതിൽ വേറിട്ട ഒരു ശ്രമമാണ് കൊണ്ടോട്ടിയിൽ നടക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്ത് ലഹരിക്കെതിരെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് കൊണ്ടോട്ടി നഗരസഭയിലെ ചിറയിൽ വാർഡ്. യുവാക്കളിലും വിദ്യാർത്ഥികളിലെയും ലഹരി ഉപയോഗത്തിനും വിപണനത്തിനുമെതിരെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത രഹസ്യ റിപ്പോർട്ടിംഗ് സംവിധാനമൊരുക്കി വ്യത്യസ്ത ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് കൊണ്ടോട്ടി നഗരസഭ ചിറയിൽ വാർഡ്. നാട്ടിലും പരിസരങ്ങളിലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഉപയോഗവും വിതരണവും മറ്റു അസാമാജിക കൂടിച്ചേരലുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ QR കോഡ് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാം. അനുബന്ധമായ ഫോട്ടോയും വീഡിയോയും ഈ ആപ്പ് വഴി അയക്കാൻ സാധിക്കും. നിലവിലുള്ള മറ്റു രഹസ്യ റിപ്പോർട്ടിംഗ് സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി അയക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ പോലും അറിയാൻ സാധിക്കില്ല എന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. വിവിധ തരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ യുവാക്കൾക്കും ജനറേഷൻ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ആവുന്ന, അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്പ്, അതായത് ഒരു QR കോഡ് സോഫ്റ്റ്വെയർ, പ്രത്യേകിച്ച് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു QR കോഡ് സംവിധാനമാണ് ഈ സൂപ്പർ AI. അതുപോലെ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ അലുമിനി അവരുടെ ഒരു സ്റ്റാർട്ടപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊരാൾക്കും ഈ QR കോഡ് സ്കാൻ ചെയ്ത ശേഷം ഇൻഫർമേഷൻ കൊടുക്കാം. പോലീസിനാണെങ്കിലും ഏത് സംഘടനകൾക്കാണെങ്കിലും കൊടുക്കാം. അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള സംഭവമാണ്. ഇത് പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് പോയിട്ടുണ്ട്. കുറ്റിക്കാട്ടൂർ HWH എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സംവിധാനമായ മ്യൂസോൺ സൂപ്പർ AI കമ്പനിയുടെ പിന്തുണയോടെയാണ് റിപ്പോർട്ടിംഗ് സംവിധാനം വികസിപ്പിച്ചെടുത്തത്. കൊണ്ടോട്ടി നഗരസഭയിൽ വ്യാപകമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശം. ന്യൂസ് 18 മലപ്പുറം.
ലഹരിക്കെതിരെ പാലക്കാട് തൃത്താലയിൽ എക്സൈസ് റേഞ്ചും വിമുക്തി മിഷനും ബോധവൽക്കരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വ്യാപനം അടിച്ചമർത്തുന്നതിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ലക്ഷ്യമിട്ടാണ് തൃത്താല എക്സൈസ് റേഞ്ച് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന പേരിൽ ബോധവൽക്കരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചത്. എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രക്ഷിതാക്കൾ, അതുപോലെ അധ്യാപകർ തുടങ്ങി കുട്ടികളുമായിട്ട് നേരിട്ട് ഇടപെടുന്നവർക്കിടയിലുള്ള ബോധവൽക്കരണം, എങ്ങനെയാണ് കുട്ടികളെ ഇതിൽ നിന്ന് തടയുക, ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ തിരിച്ചറിയാം, അവരെ എങ്ങനെ സഹായിക്കാം, രക്ഷിക്കാം, ആ കാര്യങ്ങളൊക്കെയാണ് ക്ലാസിന്റെ പരിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഇനിയും തുടർന്ന് നടത്തേണ്ടതാണ്. മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ദയാ പാസ്കൽ അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. സംശയത്തിന് ഒക്കെ പിന്നെ വെള്ളോടി നിർത്തി ആളെ നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാം ഈ വെള്ളോടിയുടെ പ്രശ്നമൊക്കെ തീർന്നപ്പോൾ ഭയങ്കര മറവി. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഉണ്ട്. തലച്ചോറ് ലഹരി ഉണ്ടാക്കിയ കേടുപാടുകൾ പരിഹരിക്കാനുള്ള ചികിത്സ നൽകേണ്ടതുണ്ട്. അത് നമ്മൾ കൊടുത്ത മരുന്നിന്റെ കുഴപ്പമല്ല, അയാൾ അടിച്ച ലഹരിയുടെ കുഴപ്പമാണ്. അത് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ വിറ്റാമിൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും, അത് ചിലപ്പോൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരും. ദീർഘകാലം ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കും കൗൺസിലിംഗിനും നേതൃത്വം നൽകിയ ഡോക്ടർ ദയാ പാസ്കലിന്റെയും വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എക്സൈസ് വകുപ്പിന്റെയും കർമ്മശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ വി.പി. മഹേഷിനെയും ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം വർക്കല പേരേറ്റിൽ റിക്കവറി വാഹനം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറി അപകടം. അമ്മയും മകളും മരിച്ചു. ഈ അപകടത്തിൽ പേരേറ്റ് സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ മാറാക്കരയിൽ നിയന്ത്രണം നഷ്ടമായ ബൈക്ക് കിണറ്റിൽ വീണ് 2 മരണം സംഭവിച്ചു. അച്ഛനും മകനുമാണ് മരിച്ചത്. കുന്നത്തുപടിയൻ ഹുസൈൻ, മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരിച്ചത്. മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൊട്ടാരക്കരയിൽ പിക്കപ്പ് വാഹനം നിയന്ത്രണം തെറ്റിമറിഞ്ഞു. ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 4:30ക്കാണ് അപകടമുണ്ടായത്. പുനലൂർ ഭാഗത്തേക്ക് പോയ വാഹനം കൊട്ടാരക്കരയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കാറിൽ ഇടിച്ചാണ് വാഹനം നിന്നത്. അമിത വേഗതയിലെത്തിയ വാഹനം വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. പാലക്കാട് തച്ചമ്പാറയിൽ അപകടത്തിൽ ആശുപത്രി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. തച്ചമ്പാറ ചുഴിയോട് സ്വദേശി ശാന്തയാണ് മരിച്ചത്. ഇസാഫ് ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു ശാന്ത. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടം സംഭവിച്ചത്. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിദൂര ആദിവാസി മേഖലയായ മാങ്ങാപ്പാറ കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനങ്ങൾ പലതുണ്ടായെങ്കിലും ഇതൊന്നും നടപ്പായില്ല. ഇടുക്കി ജില്ലയിലെ വിദൂര ആദിവാസി മേഖലകളിലൊന്നാണ് മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടി. പഞ്ചായത്ത് ആസ്ഥാനമായ മാങ്കുളം ടൗണിലേക്ക് നിവാസികൾക്ക് എത്തണമെങ്കിൽ പുഴ കുറുകെ കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് പുഴയിലൂടെ ജീപ്പുകൾ ഇറങ്ങി മറുകരയിലേക്ക് കടക്കും. എന്നാൽ കാലവർഷത്തിൽ പുഴയിൽ വെള്ളം ഉയരുന്നതോടെ യാത്ര ചെയ്യാൻ കഴിയാതെ മാങ്ങാപ്പാറക്കുടിയിലെ ആളുകൾ ദിവസങ്ങളോളം പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകും. എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലം ഉണ്ട്. അതും പോകാതായിരിക്കുന്ന പാലമാണ്. അതിലെ കൂടെ കടന്ന് അക്കരെ കയറി വേണം ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാണെങ്കിലും പോകാനായിട്ട്. പതിറ്റാണ്ടുകളായി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർ പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും ഈ വേനൽക്കാലത്തും നാട്ടുകാർക്ക് നിരാശ മാത്രമാണ് ബാക്കി. മഴക്കാലത്ത് ആശുപത്രി ആവശ്യങ്ങൾക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും മറ്റു മാർഗങ്ങളില്ല. പട്ടികവർഗ വികസന വകുപ്പും മറ്റ് അധികൃതരും ഇടപെട്ട് മാങ്ങാപ്പാറ കുടിയിലേക്ക് പാലം നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.
കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ ഇടുക്കി നെടുങ്കണ്ടം സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലാണിപ്പോൾ. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് ഇത്. കിഫ്ബിയിൽ നിന്ന് 10 കോടിയും സർക്കാർ വിഹിതമായ 3 കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 1 കോടി രൂപയും ചെലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് സ്റ്റേഡിയം പണിതത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-ന് ഉദ്ഘാടനം നടന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബർമുഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പൂർത്തിയാക്കിയിട്ടില്ല. അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കേണ്ടത്. ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച 30ഓളം സ്പ്രിംഗ്ലർ വേണം. അതിൽ പകുതി പോലും സ്ഥാപിച്ചില്ല. ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ്ലർ സംവിധാനം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കി അവരെ നമ്മൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ ഒരു മാസം മുമ്പ് ഇവിടെ വന്ന പണികൾ പകുതിയാക്കി പിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. അവർ അടിയന്തരമായിട്ട് അവരെ കൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിച്ച് എത്രയും വേഗം അത് പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഇനിയും സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഇത് വലിയ നാശത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 6 ഏക്കർ വരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടറുമുണ്ട്. ചെലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ തർക്കമുയർന്നതോടെ പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങി. ഒരു സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം കൂടെ നിർമ്മിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കിറ്റ്കോയ്ക്ക് വലിയ അലംഭാവം വന്നിരിക്കുന്നു. ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ കിറ്റ്കോയുടെ ഭാഗത്തെ വീഴ്ച കിറ്റ്കോ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആ തുകയും കൂടി എടുത്ത് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഏറ്റവും വേഗതയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കിറ്റ്കോ നിയോഗിച്ച കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല. പുതുതായി ബർമുഡ ഗ്രാസ് വച്ചുപിടിപ്പിക്കുന്നതിന് ചെലവാക്കേണ്ട ലക്ഷങ്ങൾ ആര് മുടക്കുമെന്നതിലും തർക്കം തുടരുകയാണ്. കിഫ്ബിയും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ ഇടുക്കിയുടെ അഭിമാനമായ നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം വേഗത്തിൽ ഇല്ലാതാകും. ന്യൂസ് 18 ഇടുക്കി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആസ്ഥാനത്ത് ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. ബാങ്കിന്റെ ഔദ്യോഗിക മെയിലിലാണ് ഭീഷണി സന്ദേശം വന്നത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, എന്താണ് സാഹചര്യം? ഡാനിലേക്ക് മടങ്ങിയെത്താം. തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആസ്ഥാനത്താണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ബോംബ് സ്ക്വാഡ് എന്തായാലും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ബാങ്കിന്റെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഈ ഭീഷണി സന്ദേശം വന്നത്. ഇമെയിൽ വഴിയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തിയത്. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ തുടരുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് സാഹചര്യം? രാവിലെ 7:30 സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിലുള്ള ആസ്ഥാനത്തേക്ക് സയ്യിദ് ഹൈദർ എന്ന ഒരാൾ ഇമെയിലായി ബോംബ് ഭീഷണി മുന്നറിയിപ്പ് അയച്ചിരിക്കുന്നത്. ഈ സന്ദേശത്തിൽ പറയുന്നത് പ്രതികാര നടപടിയുടെ ഭാഗമായി, അതായത് മധുരൈ ദർഗ സിറ്റുവേഷൻ, അതോടൊപ്പം തന്നെ സാവുദ് ശങ്കർ സംഭവം, ഈ സംഭവങ്ങളിലെ പ്രതികാര നടപടിയുടെ ഭാഗമായി ഈ ബാങ്കും ഇതിന്റെ പരിസരവും ഏതാനും ദിവസങ്ങളായി അവരുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഇന്ന് ഏത് സമയത്ത് വേണമെങ്കിലും അവിടേക്ക് ഒരു ബോംബ് ആക്രമണം ഉണ്ടാകാം. വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്ഫോടനം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഇമെയിൽ സന്ദേശം ബാങ്ക് അധികൃതർ പോലീസിന് കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യാപകമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് ജീവനക്കാരും അടക്കം വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ബാങ്കിൽ ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ഇതിന്റെ പരിസരത്തേക്ക് എത്തിയ ആളുകളെ സംശയാസ്പദമായ രീതിയിൽ അവിടെ കാണുകയോ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലീസിന് കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദമായ പരിശോധനയാണ് സ്പെൻസർ ജംഗ്ഷനിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനത്ത് ഏതാനും മണിക്കൂറുകളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിലുള്ള ആസ്ഥാനത്താണ് ബോംബ് ഭീഷണി വന്നിട്ടുള്ളത്. വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പോലീസ്.
വനിതകൾക്കായി തൃത്താലയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ തുറന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിനായുള്ള ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും നടന്നു. സ്ത്രീകൾക്ക് പകൽ സമയത്ത് താൽക്കാലിക അഭയകേന്ദ്രം, പ്രാദേശിക തൊഴിൽ ശേഷി വിഭവ കേന്ദ്രം, കൌൺസിലിംഗ് സെന്റർ, നിയമസഹായ കേന്ദ്രം, കാര്യശേഷി പരിശീലന കേന്ദ്രം, പ്രാദേശിക വനിതാ കലാകായിക സാംസ്കാരിക വിഭവ കേന്ദ്രം, മിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് ബുക്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടാണ് തൃത്താലയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ജെൻഡർ റിസോഴ്സ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവർ നേരിടുന്ന അതിക്രമങ്ങൾ, അവരുടെ അരക്ഷിതാവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും അതിലിടപെടുകയും അവയ്ക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനും അതിക്രമങ്ങൾക്ക് ഇരയായിത്തീരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണ, നിയമസഹായം ഉൾപ്പെടെയുള്ള പിന്തുണ നൽകുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. അതിക്രമങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുകയാണ് പ്രധാന ഉദ്ദേശം. തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്റർ കെട്ടിടത്തിലാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ തുടങ്ങിയത്. ഇതോടൊപ്പം മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് 18 പാലക്കാട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടുകുതിരയെ നിർമ്മിച്ച് അടൂർ തെങ്ങമം തോട്ടുവ നെഹ്റു കലാ സാംസ്കാരിക വേദി. തോട്ടുവ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായാണ് കെട്ടുകുതിരയെ നിർമ്മിച്ചത്. 150 അടിയിലധികം ഉയരം വരുന്ന നെടും കുതിരയുടെ ശില്പി മുണ്ടോലിൽ സുരേഷാണ്. നെഹ്റു കലാ സാംസ്കാരിക വേദിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ 2 വർഷം നീണ്ട പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കെട്ടുകാഴ്ച. 40 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് നിർമ്മാണം. വർഷമായി മുടങ്ങാതെ റമദാൻ നോമ്പ് നോൽക്കാനായതിന്റെ സന്തോഷത്തിലാണ് വളാഞ്ചേരിയിലെ ഹോം ഗാർഡ് ഷാജി. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ച് വ്രതം നോക്കിയപ്പോൾ ആ പുണ്യം തന്നെയും കുടുംബത്തെയും തേടിയെത്തിയെന്നാണ് ഷാജിയുടെ വിശ്വാസം. CRPF-ൽ നിന്നും വിരമിച്ചതിനു ശേഷം 2010-ലാണ് ഹോം ഗാർഡായി വളാഞ്ചേരിയിൽ ഷാജി ചുമതലയേറ്റത്. വളാഞ്ചേരിയിൽ കൊട്ടാരം സ്വദേശിയായ കോട്ടപ്പുറത്തെ ഷാജി തിരക്കുള്ള നഗരമായ വളാഞ്ചേരിയിലെ ഇഷ്ട ഹോം ഗാർഡാണ്. ഇടയ്ക്ക് യാത്രക്കാരുമായി വാക്കേറ്റമുണ്ടാകുമെങ്കിലും അതെല്ലാം ജോലിയുടെ ഭാഗമായി കാണാനാണ് ഷാജിക്ക് ആഗ്രഹം. അതിനിടയിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വേദിയിൽ റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നത്. 13 വർഷമായി ഷാജി റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് കൂട്ടുകാരോടൊപ്പം. ചിലപ്പോൾ വീട്ടിൽ നിന്നുമൊക്കെയാണ് നോമ്പുതുറ. ഒട്ടും ആഡംബരമില്ലാതെ സ്ഥിരമായി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നോമ്പുതുറ. വീട്ടുകാർ എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട്. വീട്ടുകാരെ ഫുൾ സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ നമുക്ക് നാട്ടുകാരെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളിത് വിജയിച്ചു വരുന്നത്. വളാഞ്ചേരി നോമ്പറക്കല് അതിന് പ്രത്യേകതൊന്നുമില്ല. ചെറുതായിട്ട് ഈ ഇവിടെയുള്ള കടക്കാരെ കൂടെ കൂടിയിട്ട് തന്നെയാണ് ഞാൻ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഈ വെയിൽ കൊണ്ടിട്ട് കണ്ടല്ലേ അവർ ഇത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യണതെന്ന്. അത് ഇവിടുത്തെ ഓരോ പോലീസുകാരോടും ജനങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണല്ലോ ഇത് വിജയിച്ചു പോണേ. പിന്നെ ചിലർ വന്ന് ചൂടാവും ചെയ്യും. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വിശപ്പിന്റെയും ദാഹത്തിന്റെയും വില മനസ്സിലാക്കി തരുന്ന അവസരമായാണ് ഷാജി വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. വരും വർഷങ്ങളിലും റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ തന്നെയാണ് ഷാജിയുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ആലപ്പുഴ എന്ന പട്ടണത്തിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള ആരാധനാലയമാണ് കച്ചി മേമൻ നൂറാനി മസ്ജിദ്. നഗരം തുറമുഖ പട്ടണമായി വികസിച്ച കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ള നൂറാനി കുടുംബമാണ് പുരാതനമായ മസ്ജിദ് നിർമ്മിച്ചത്. കൊത്തുപണികളാൽ അലങ്കൃതമായ കച്ചി മേമൻ നൂറാനി ജുമാ മസ്ജിദ് നേർച്ചപ്പെട്ടികളില്ലാത്ത ആരാധനാലയം എന്ന പ്രത്യേകതയുമുണ്ട്. വിശുദ്ധ റംദാൻ ദിനത്തിൽ നമ്മളുള്ളത് ആലപ്പുഴയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ആരാധനാലയത്തിലാണ്. കച്ചി മേമൻ നൂറാനി മസ്ജിദ്.
ഡച്ച് അധീനതയിലുള്ള പുറക്കാട് തുറമുഖത്തെ മറികടക്കാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ പുതുതായി നിർമ്മിച്ച തുറമുഖ നഗരമായിരുന്നു ആലപ്പുഴ. നാടിന്റെ പുരോഗതിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വ്യവസായികളെ ആലപ്പുഴയിലേക്ക് ദിവാൻ രാജാ കേശവദാസ് ക്ഷണിച്ചു. അങ്ങനെ ആലപ്പുഴയിലെത്തി വ്യവസായ രംഗത്ത് നിർണായകമായ സംഭാവന നൽകിയ വിഭാഗമായിരുന്നു കച്ചി മേമൻ വിഭാഗം. അത്തരത്തിൽ ബോംബെയിൽ നിന്നെത്തിയ നൂറാനി കുടുംബം 1835 കാലയളവിൽ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി പണിതുയർത്തിയ അമൂല്യമായ ആരാധനാലയമാണ് കച്ചി മേമൻ നൂറാനി മസ്ജിദ്. 19ാം നൂറ്റാണ്ടിൽ ഹാജി യൂസഫ് ഹാജി നൂർ മുഹമ്മദാണ് മസ്ജിദ് പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം യൂസഫ് നൂർ മുഹമ്മദ് ഉൾപ്പെടെയുള്ള 12 നൂറാനി കുടുംബാംഗങ്ങളുടെ കബറിടങ്ങൾ പള്ളിയോട് ചേർന്ന് തന്നെ കാണാനാകും. 200 വർഷം പഴക്കമുള്ള അകത്തളങ്ങൾ, മുഗൾ രീതിയിൽ പണി കഴിപ്പിച്ച കമാനങ്ങൾ, കൊത്തുപണികളാൽ തീർത്ത മനോഹരമായ കൂറ്റൻ തേക്കിൻ തൂണുകൾ. ബോംബെയിൽ നിന്ന് അന്ന് നൂറാനി കുടുംബത്തിന്റെ റാണി, തവക്കൽ എന്നീ പത്തേമാരികളിലാണ് ഈ കൂറ്റൻ തൂണുകൾ ആലപ്പുഴയിൽ എത്തിച്ചതെന്ന് ചരിത്രം പറയുന്നു. പ്രാർത്ഥനാമുറിയിലെ വിവിധ വർണ്ണങ്ങളിലുള്ള തൂക്കുവിളക്കുകളും പേർഷ്യയിലെയും ഈജിപ്തിലെയും കരകൗശല കരവേലകൾ നിറഞ്ഞ നിർമ്മിതികളും കാലത്തെ അതിജീവിച്ചും പൂർവാധികം ഭംഗിയോടെ നൂറാനി മസ്ജിദിൽ നിലകൊള്ളുന്നു. സുർക്കി മിശ്രിതം കൊണ്ടാണ് ഇരുനിലകളിലായുള്ള കെട്ടിട നിർമ്മാണം. ഒരേ സമയം 2000-ഓളം പേർക്ക് നിസ്കരിക്കാനാകും. കരിമ്പാറ പടവുകൾ കെട്ടിയ പള്ളിക്കുളം, 500 മീറ്റർ ചുറ്റളവിൽ കേൾക്കാൻ കഴിയുന്ന ഉയരത്തിലുള്ള ബാങ്കുപുര, സൂര്യപ്രകാശത്തെ അടിസ്ഥാനമാക്കി സമയം നിശ്ചയിച്ചിരുന്ന കല്ല് എന്നിവയെല്ലാം ആധുനിക കാലത്ത് പഴമയുടെ അത്ഭുത നിർമ്മിതികളായി നിലകൊള്ളുന്നു. തന്റെ ഓർമ്മയ്ക്കായി ശ്രീ കാർത്തിക തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ചു നൽകിയ കാസ്റ്റൈനിൽ തീർത്ത വിളക്കുമരവും ഇന്നും പള്ളിക്ക് കാവലായി നിലകൊള്ളുന്നു. ഗുജറാത്തിൽ നിന്ന് ആലപ്പുഴയിലെത്തി ആലപ്പുഴയുടെ വ്യവസായ ചരിത്രത്തിൽ വലിയ ഏട് കുറിച്ചിട്ട വിഭാഗമാണ് കച്ചി മേമൻ വിഭാഗം. നേർച്ചപ്പെട്ടികളില്ലാത്ത ഈ ആരാധനാലയം വിശുദ്ധിയുടെ പരമപ്രതീകമാണ്. എല്ലാവർക്കും റമദാൻ ആശംസകൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. വൈക്കം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ദേവസ്വം ബോർഡ്. വടക്കുംപുറത്ത് പാട്ടിനോട് അനുബന്ധിച്ചുള്ള എതിരേൽപ്പിൽ ജാതി വിവേചനം അനുവദിക്കില്ല. ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വിളക്കെടുക്കാൻ അവസരം നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ജാതി തിരിച്ചുള്ള വരവേൽപ്പായിരുന്നു വൈക്കം ക്ഷേത്രത്തിൽ ഇതുവരെയും നടത്തിയിരുന്നത്. അപേക്ഷ പരിഗണിച്ച് ഓരോ ദിവസവും ഓരോ സമുദായത്തിന് അവസരം നൽകുന്ന രീതി. ഇത്തവണ അതിൽ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ വടക്കുപുറത്ത് പാട്ട് സമിതി തീരുമാനിച്ചിരുന്നു. അപേക്ഷ നൽകുന്ന എല്ലാ സമുദായങ്ങളിൽ നിന്നുമായി 64 പേരെ പങ്കെടുപ്പിക്കാനായിരുന്നു തീരുമാനം. ഇതും മറികടന്നാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നിർദ്ദേശം. വ്രതമെടുത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും വടക്കുപുറത്ത് പാട്ടിന് വിളക്കെടുക്കാം. ആദ്യം മുതൽ അവസാനം വരെ വിളക്കെടുക്കുന്ന രീതി ഒഴിവാക്കും. എത്തുന്ന ഓരോരുത്തർക്കായി മാറി മാറി അവസരം നൽകും. മറ്റു ചടങ്ങുകളിലും ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട് നടക്കുക. മാർച്ച് 17-ന് കോടി അർച്ചന ആരംഭിച്ചിരുന്നു. ന്യൂസ് 18 കോട്ടയം. വൈക്കം ക്ഷേത്രത്തിലെ വടക്കുപുറത്തുപാട്ട് എതിരേൽപ്പിൽ വ്രതം നോക്കുന്ന എല്ലാ ഭക്തർക്കും തുല്യ പരിഗണനയെന്ന് മന്ത്രി VN വാസവനും പ്രതികരിച്ചു. ജാതി വിവേചനം ഈ കാലഘട്ടത്തിൽ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ജാതീയപരമായ വിവേചനം മാനദണ്ഡമോ അല്ല ഈ ആചാരത്തിന് വേണ്ടി കൊടുക്കേണ്ട പ്രാധാന്യം. മറിച്ച് വിശ്വാസി സമൂഹം, വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഈ വടക്കുപുറത്ത് പാട്ടിന് വേണ്ടി വ്രതം എടുത്തു വന്നിട്ടുള്ളവരാണ്. ആ വ്രതം എടുത്തു വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവർ കുത്തുവിളക്കുമായി വരും. ആ വരുന്നവർക്കെല്ലാം ആചാരക്രമം അനുസരിച്ച് ഈ ചടങ്ങിൽ വിളക്കെടുക്കാനും അതോടൊപ്പം തന്നെ താലപ്പൊലി കൊണ്ടുവരാനും ഒക്കെ സൗകര്യം കൊടുക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആംബുലൻസുകൾ വിതരണം ചെയ്ത് ജ്വല്ലറി ഗ്രൂപ്പായ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പാലക്കാട് ജില്ലയിലെ കൊപ്പം, ലക്കിടി, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്കാണ് 3 ആംബുലൻസുകൾ നൽകിയത്. ഒറ്റപ്പാലം മണിശ്ശേരി KM സെന്ററിൽ നടന്ന ചടങ്ങ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ TP രാജഗോപാൽ, മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ, ജനറൽ മാനേജർ സലീം, ബ്രാൻഡ് ഹെഡ് ഡെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ മികവ് കണക്കിലെടുത്താണ് കൊപ്പം, ലക്കിടി, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തതെന്ന് പ്രസാദ് രാജഗോപാൽ പറഞ്ഞു. നമ്മൾ വില്ലേജസിലാണ് കൂടുതൽ അതിന് ഹെൽപ്ഫുൾ ആവുന്നത്. ആ ഏരിയയിലേക്ക്
പാലിയേറ്റീവിൻ്റെ കെയർ ഓഫാണ് ഇത് കൊടുക്കുന്നത്. അവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഈ നാട്ടിൽ നിന്ന് വളർന്നു പോകുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഈ നാട്ടിൽ ചെയ്യാവുന്ന മാക്സിമം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഈ ഗ്രാമങ്ങളിലാണ് നമ്മൾ വളർന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. പ്രസാദ് രാജഗോപാൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.